ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോകാനുള്ള ഒരുക്കത്തിലാട്ടോ. അതാ റെഡിയായി കഴിഞ്ഞു, പണികളെല്ലാം കഴിഞ്ഞ് ഞാൻ അതാ വേഗം റെഡിയായിട്ട് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചിരിക്കുവാണേ. ഏട്ടനേക്ക് വിളിച്ച് പറഞ്ഞു അതാ ഞാൻ വരുന്നുണ്ട് എന്ന്. അപ്പോൾ വന്ന് ഹോസ്പിറ്റലൊക്കെ എൻ്റെ അമ്മ വീട് പോലെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരു അസുഖം വന്ന് മാറുമ്പോഴായിരിക്കും അടുത്ത അസുഖം വരിക. എപ്പോഴാണ് ഇനി ഹോസ്പിറ്റലിലോട്ട് വരുന്നതെന്ന് ചോദിക്കാൻ. അപ്പം എന്തായാലും ചോദിച്ചുകൊണ്ട് നമുക്ക് എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ടാണ് പുറത്തൊക്കെ വന്ന് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിലുണ്ടോ അതോ മഴയാണോ എന്നൊക്കെയാണ്. കാരണം 2 ദിവസം കൊണ്ട് തുണിയൊന്നും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ തുണിയൊക്കെ എടുത്ത് പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇന്നെന്തായാലും ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴ എന്തായാലും ഉണ്ടാകും. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയിട്ട് വരാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഇനി വേഗം പോയിട്ട് താക്കോലും പൂട്ടുമൊക്കെ എടുത്തിട്ട് വന്ന് ഞാൻ വേഗം വാതിലൊക്കെ പൂട്ടുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഒളിപ്പിച്ച് വെക്കുക എന്നുള്ളൊരു ചടങ്ങും കൂടിയുണ്ട്. നമ്മുടെ മലയാളീസിൻ്റെ സ്പെഷ്യലാണല്ലോ. വല്ല ഷൂവിലോ വല്ല ചാക്കിൻ്റെ അടിയിലോ പൂച്ചട്ടീൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഈ ഒരു താക്കോൽ ഒളിപ്പിച്ച് വെച്ചില്ലെങ്കിൽ നമുക്ക് മലയാളീസിൻ്റെ ഒരു സമാധാനം കിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത് ആരാണ് വീടൊക്കെ പൂട്ടിയിട്ട് പോകുന്നതെന്ന് അറിയാനും വേണ്ടിയിട്ട് ഒരാൾ വന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ. നീ മാത്രമല്ലേ ഇവിടുന്ന് പോകുന്നുള്ളൂ, ഈ വാതിലൊക്കെ പൂട്ടി വെക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമായിരുന്നു എനിക്ക് അവളെ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയതേ. നിന്നോടുള്ള വിശ്വാസക്കുറവ് കൊണ്ടല്ല കേട്ടോ, നാട്ടുകാരെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിങ്ങനെ വാതിലൊക്കെ അടച്ചിട്ട് പോകണമെന്നുള്ളൊരു ഉത്തരവും കൊടുത്തിട്ട് ഞാൻ വേഗം ഇറങ്ങിയിട്ടോ. വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി വെയിൽ തട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വല്ല നീരിളക്കവും പിടിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് എന്തായാലും നമുക്ക് വീഡിയോ ഒന്നും എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഞാൻ വേറെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല, കുക്കിങ്ങിൻ്റെ ഒന്നും വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് തിരക്കൊന്നും ഉണ്ടാവില്ല. രാവിലെ നേരത്തെ പോകുന്നത് അതുകൊണ്ടാട്ടോ. രാവിലെ നേരത്തെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് ഫ്രീ ആയിട്ട് പെട്ടെന്ന് നോക്കിയിട്ട് വരാനൊക്കെ പറ്റും. പിന്നെ അത് മാത്രമല്ല ഞാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൗത്തിത്തെ ഡോക്ടറെ അടുത്താട്ടോ. സൗത്തിത്തെ ഡോക്ടേഴ്സൊക്കെ ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കെയറിങ് വരുവേ. ബാക്കിയുള്ള ഡോക്ടേഴ്സൊക്കെ ആകുമ്പോൾ നമ്മളെ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. ഹോസ്പിറ്റലിലത്തെ പരിപാടി പെട്ടെന്ന് കഴിഞ്ഞാൽ എനിക്ക് മോനെ പോയിട്ട് വിളിച്ചിട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വേഗം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫോണൊക്കെ ഷെയ്ക്ക് ആവുന്നുണ്ട്. അന്ന് ഞാൻ കാര്യമാക്കാണ്ടാട്ടോ വേഗം വീഡിയോസൊക്കെ എടുത്ത് നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ്. പിന്നെ ഏട്ടനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ തന്നെയായിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ പോയത്. മാഡത്തിനെയൊക്കെ കാണിച്ചിട്ട് പെട്ടെന്ന് പിന്നെ ഞാൻ പുറത്തിറങ്ങി ഏട്ടൻ ഓഫീസിൽ പോയി. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു. നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ സൈഡ് ഭാഗങ്ങളാട്ടോ ഇതൊക്കെ. എനിക്കിപ്പോൾ കുറച്ച് മാസങ്ങൾ കൊണ്ട് മാസത്തിൽ 2 തവണ പീരിയഡ്സ് ഒക്കെ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഡോക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടറും തൈറോയിഡിനൊക്കെ എഴുതി തന്നിട്ടുണ്ട്. എനിക്ക് മുന്നേ തൈറോയിഡൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടു കേട്ടോ. വീട്ടിൽ പോയി കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ മോന് രാവിലെ കൊടുത്തു വിട്ടതിൻ്റെ ആപ്പിളിൻ്റെ പകുതിയും അതുപോലെ അനാറിൻ്റെ പകുതിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാനിരുന്ന് കഴിക്കുവാണേ. എന്താണെന്നറിയില്ല, ആപ്പിളും അതുപോലെ അനാറൊക്കെ വയറ്റിക്ക് പോകുന്നുണ്ടെന്നേ ഉള്ളൂ. പക്ഷെ മനസ്സിൽ അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല കേട്ടോ. എന്തോ ഒരു രോഗിയായിട്ട് ഇതുപോലെ ഫ്രൂട്ട്സ് ഒക്കെ എടുത്ത് കഴിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് എടുത്ത് കഴിക്കുന്നതൊന്നും അല്ല കേട്ടോ. അങ്ങനെയെങ്കിലും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സ് എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് വയറ്റിക്ക് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് കഴിക്കുന്നതാണേ. എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാകും ഒട്ടും എന്താ പറയുക ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് അത് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കഴിച്ച് തീർക്കുന്നുണ്ട്. ഇതൊരു മാതിരി അക്ഷയപാത്രം പോലെ ആയിരുന്നു കേട്ടോ. എത്ര കഴിച്ചിട്ടും കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് തീർത്തിട്ട് മോനെ വിളിക്കാനും പോകാനും വേണ്ടിയിട്ട് ഇറങ്ങിയതാ. സിസ്റ്ററൊക്കെ റെഡിയായി വരുന്നുണ്ട്. അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലല്ലേ നമ്മുടെ ഞാവൽപ്പഴമില്ലേ, അതിൻ്റെ കുരുവൊക്കെ ഉണക്കാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പൊടിച്ചിട്ട് ഷുഗർ പേഷ്യൻസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. അപ്പോൾ പിന്നെ മോനെ വിളിച്ചിട്ട് വന്നു. ഇനി അവന് ഭക്ഷണവും കൊടുക്കണം. പിന്നെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാണ്ട്, ഡ്രസ്സ് മടക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യുക. ഞാനൊരു 30 ഡേ ചലഞ്ച് ഫില്ല് ചെയ്യാനും വേണ്ടിയിട്ട് മാത്രം കേട്ടോ. ഷോർട്ട് വീഡിയോ ആണെങ്കിൽ പോലും ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന. അപ്പോൾ എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ ബൈ.